ഗൈസ്, ഇപ്പൊ ഞങ്ങള് നെക്സ്റ്റിലേക്ക് പോവാണ്. ബൈ. ഇപ്പൊ ഞങ്ങള് കാറിൽ കയറിയേക്കുവാണ്. ഭയങ്കര ചൂട്. 47 ഇവിടുത്തെ ചൂട്. ഭയങ്കര ചൂട് ഗൈസ്. ഇപ്പൊ 11 o'clock ആയതേ ഉള്ളു. അപ്പൊ ഉച്ചക്കലത്തെ കാര്യം നിങ്ങൾ പറയേണ്ട ആവശ്യമേ വേണ്ട. ഓരോ ടൈം പോകും തോറും ഞാൻ ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നോളാം. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തു. വണ്ടി അങ്ങനെ പാർക്ക് ചെയ്ത് ആദ്യക്കുട്ട ഇങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കുവാണ് അച്ഛന്. എത്ര പാർക്ക് ചെയ്യണം, എവിടം വരെ എത്തി, കറക്റ്റാണോ എന്നെല്ലാം പറഞ്ഞു കൊടുക്കുക. ഇതാണ് നമ്മൾ കാർ പാർക്കിംഗ് കഴിഞ്ഞിട്ട് എൻട്രി ചെയ്യുന്നിടമാണ്. ആദ്യക്കുട്ടൻ താണ്ടെ കയറി പോകാൻ പോകുന്നു. നെസ്റ്റോയ്ക്കുള്ളിൽ ഇങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ ടൈമിൽ, ഉച്ച ടൈമല്ലേ, ഈ ടൈമിൽ ഇതൊക്കെ അടച്ചിട്ടേക്കും. ഇതുണ്ടോ, ഇവിടെ ഫുഡ്, നമ്മുടെ ഫ്രൈസ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ കിട്ടും. ജ്യൂസ്. അതുകൊണ്ട് രണ്ടെണ്ണം കൂടെ പോകുന്നു. ഇത് ആദിക്കുട്ടനാണ് ഇത് വലിച്ച് മുകളിലേക്ക് ആക്കുന്നത്. അതാണ് ആദിക്കുട്ടൻ്റെ ജോലി എന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങളെ ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. നെസ്റ്റോയുടെ അകത്തെത്തിയിരിക്കുകയാണ്. ഇതിവിടെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഡേ ആൻഡ് ഡേ എന്ന് പറയുന്ന ഷോപ്പാണ്. നമ്മുടെ നെസ്റ്റോയിൽ നമുക്കിവിടെ വെയിറ്റ് ഒക്കെ നോക്കാൻ പറ്റും. ഇപ്പോൾ ആദിക്കുട്ടൻ്റെ വെയിറ്റ് നോക്കാൻ പോവുകയാണ്. ആദിക്കുട്ടൻ കയറി നിന്നു. 1 റിയാലാണെന്ന് തോന്നുന്നു. നമുക്ക് ഇട്ട് നോക്കാം. 1 റിയാലാണ് ഇടേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, 2 റിയാലാണ് വേണ്ടത്. അങ്ങനെ ആദ്യം ഞാൻ 2 റിയാലായിരുന്നു ഇട്ടത്. 1 റിയാലാണ് ഇടേണ്ടത്. 1 റിയാൽ ഇട്ടു. അങ്ങനെ ഇവിടെ ഇപ്പം ആദിക്കുട്ടൻ്റെ വെയിറ്റ് അറിയാൻ പറ്റും. അത് സ്ലിപ്പ് പോലെ വരും വെയിറ്റ്. നോക്കാം ആദിക്കുട്ടന് എത്ര വെയിറ്റ് ഉണ്ടെന്ന്. അറ്റ്ലീസ്റ്റ് ഒരു 30 kg എങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയണമല്ല. സ്ലിപ്പിൻ്റെ പേപ്പർ തീർന്നിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നിന്നാണ് സ്ലിപ്പ് വരേണ്ടത്. കഴിഞ്ഞോട്ടൊക്കെ ഇവിടെ നിന്നായിരുന്നു സ്ലിപ്പ് വന്നുകൊണ്ടിരുന്നത്. ശിവട്ടം വന്നില്ല. എന്തായാലും 30 kg ഉണ്ട്. രക്ഷപ്പെട്ടു. ഇത് വാച്ചുകളുടെ സെക്ഷനാണ്. നമ്മൾ കയറി വരുമ്പോൾ ആദ്യം വാച്ചുകളുടെ സെക്ഷനാണ്. സോക്സ് ഉണ്ട്, ഷൂസ് ഉണ്ട്, സ്കാർഫാണ്. 10 റിയാലാണ് സ്കാർഫുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്കുള്ള കുഞ്ഞു നിക്കറുകൾ. ഇത് ആൺകുട്ടികളുടെ ലിയോ ടീഷർട്ട്സാണ്. ആൺകുട്ടികളുടെ ഒരു 7-8-10 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങളുടേതാണ്. അത് 7.50 റിയാലാണ്. 7 റിയാൽ 50 ഹലാൽ. ഇത് കണ്ട് ഫോണിൻ്റെ ഒക്കെ സെക്ഷനാണ്. പുതിയ ഫോണൊക്കെ മേടിക്കാം. ടെക്നോ മൊബൈൽ, ലാപ്ടോപ്സ് ഉണ്ട്. ആദ്യക്കുട്ടി ഇങ്ങനെ നടക്കുകയാണ്. അവന് ടോയ്സ് സെക്ഷനിലേക്ക് പോകണം. അവന്
എന്നിവിടെ വരുമ്പോൾ ഇങ്ങനെ. ഇത് പിന്നെ ഇതൊക്കെ ഐപാഡാണ്. ആദ്യക്കുട്ടൻ താണ്ട് അതിൽ കളിക്കാൻ പോവുകയാണ്. എൻ്റെ കുഞ്ഞു ഇങ്ങോട്ട് വാ. ഇതൊക്കെ ഹെഡ്സെറ്റിൻ്റെ സെക്ഷനാണ്. ചാർജറ്, ഹെഡ്സെറ്റ്, ചാർജറ്. ഇത് നമ്മുടെ ആൺകുട്ടികൾക്കുള്ള ഡ്രസ്സിൻ്റെ സെക്ഷനാണ്. നല്ല ഡ്രസ്സ് ഒക്കെ കിട്ടും. ഓഫറിലുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വെക്കും. ഓഫറിലുള്ള ഡ്രസ്സുകളൊക്കെ ഇവിടെ ഇങ്ങനെ വെക്കും. നല്ല നല്ല ഡ്രസ്സസൊക്കെ ഉണ്ട് ഇവിടെ. ഓഫറിലുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചേക്കും. ഓഫർ അല്ലാത്തതൊക്കെ താണ്ട ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ട് 49 റിയാൽ, 15. കൊള്ളാം. നല്ല തുണിയുടെയൊക്കെ ക്വാളിറ്റീസൊക്കെ നല്ലതാണ് ഇവിടുത്തെ. പക്ഷെ ഉണ്ട്, വില അത്യാവശ്യമൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഓഫറിലുണ്ടെങ്കിൽ ഫ്രണ്ടിൽ അങ്ങനെ വെച്ചേക്കും. എല്ലാം ബോയ്സ് സെക്ഷനാണ്. നമ്മുടെ ബോയ്സ് സെക്ഷൻ, ബോയ്സിനൊക്കെയുള്ള, നമ്മുടെ ആൺകുഞ്ഞുങ്ങൾക്കൊക്കെയുള്ള ഷെർവാണിയാണ്. നല്ല ഫങ്ഷനൊക്കെ വന്നാലിടാം, കൊള്ളാം. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 159 എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു 3000 ആ റേഞ്ച് വരും. പിന്നെ കോട്ട് ബ്ലാക്ക്, ബ്ലൂ, പല കളറിലുള്ളതുണ്ട്. നല്ല രസമാണ്. നമ്മുടെ തന്നെ ആൺകുട്ടികളുടെ ഓഫറിലുള്ള വീട്ടിലിടാനുള്ള ഷോർട്ട്സ്, ഇതിനൊക്കെ 10 SR ആണ്. 10 SR. ഇത് പിന്നെ നമ്മുടെ കുട്ടികൾക്കുള്ള ടോയ്സ് സെക്ഷനാണ്. ടോയ്സിൻ്റെ സെക്ഷൻ. ഇത് കുഞ്ഞു കുഞ്ഞു വണ്ടികളാണ്. ഇതിൻ്റെയൊക്കെ വിലയെന്ന് പറയുന്നത് 15 SR ആണ്. 15 SR. അത്യാവശ്യം വലുപ്പമുണ്ട്. നമ്മുടെ ഒരു ഇതിൻ്റെയൊക്കെ ഇത്രയുണ്ട്, കുഴപ്പമില്ല. നല്ലൊരു വണ്ടിയാണ്. നമ്മുടെ കുട്ടികൾ വലിയ വണ്ടി എപ്പോഴും മേടിച്ച് മടുക്കൂലേ, അപ്പോൾ ഒരു കുഞ്ഞു വണ്ടിയൊക്കെ മേടിച്ച് കൊടുക്കാം. 15 SRൻ്റെ രസമുണ്ട്. ഇതെല്ലാം 15 SRൻ്റെ വണ്ടികളാണ്. നമുക്ക് ടോയ്സ് സെക്ഷനാണ്. പല ടൈപ്പിലുള്ള കുഞ്ഞു ടോയ്സൊക്കെ ഇവിടെ ഉണ്ട്. ഷട്ടിൽസ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെയുള്ള കുഞ്ഞു ഷട്ടിലാണ്. വലിയ ഷട്ടിലൊന്നും മേടിക്കേണ്ട, കുഞ്ഞു ഷട്ടിലൊക്കെ മേടിച്ച് കളിക്കാം. ബോളിൻ്റെ സെക്ഷൻ. പിന്നെ ഇത് പാവയുടെ സെക്ഷൻ. വലിയ വലിയ പാവകളാണ് ഇതൊക്കെ. ഇതിനെ ഇങ്ങനെ ചുരുട്ടി അങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. വെളിയിലെടുത്താൽ നല്ല വലിയതായിരിക്കും. രസമുണ്ട്. പല കളേഴ്സിൽ. അയ്യോ, ഇതായിരിക്കുന്നു നമ്മുടെ ലയൺ, മീശക്കാരൻ. ക്യൂട്ടിയാണ്. എന്താ പെൺകുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ള നല്ല ടോയ്സൊക്കെ ഉണ്ട്. നല്ല ഇതിനെ കാണാൻ നല്ല ക്യൂട്ടാണ്. ഇതിനെയൊക്കെ കെട്ടിപ്പിടിച്ച് നൈറ്റിൽ കിടന്ന് ഉറങ്ങാൻ. ഇതൊക്കെ നമ്മുടെ ഗിഫ്റ്റ്. ഇതിനൊക്കെ എത്രയാവും? ഒരു 39 SR ആണ്. നമ്മുടെ നാട്ടിലൊരു 1500 ആ റേഞ്ചിലൊക്കെ വരും. 1500, 2000 അടുപ്പിച്ചുള്ള റേഞ്ചാണ് ഇതിനൊക്കെ. അത്രയുണ്ട്. വലിയ പാവയാണ്. ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ വലിയ റോബോട്ട്, നല്ല കാറുകളൊക്കെയാണ്. ഇതിനൊക്കെ 79 ഇതിൻ്റെയൊക്കെ റേഞ്ച് വരുന്നത്. ഇതിൻ്റെ റേഞ്ച് കണ്ട് എല്ലാത്തിൻ്റെയും റേഞ്ച് കണ്ട് ഈ താഴെ എങ്ങനെ എഴുതിയേക്കും. ഒരു രസമാണ്. നല്ല വണ്ടികളാണ്.
ഇത് ഓഫറിലിട്ടേക്കുന്ന ടോയ്സാണ്. ഇതിൽ ഏതെടുത്താലും 20 SR ആണ്. ഇതിന് 20 SR ആണ് ഇതിൻ്റെയൊക്കെ വില. ഇത് നമ്മുടെ കുട്ടികളുടെയൊക്കെ ഒരു സെക്ഷനാണ്. നല്ല നല്ല ഡ്രസ്സുണ്ട്. ഇത് ഓഫറിലിട്ടേക്കുന്നതാണ്. 20 SRൻ്റേതാണ് ഇതൊക്കെ. ഗേൾസിൻ്റെ സെക്ഷനാണ്. കൊള്ളാം, നല്ല നല്ല ഡ്രസ്സസൊക്കെ ഉണ്ട്. ഇതൊന്നും ഓഫറല്ല. ഇതിനെല്ലാം നല്ല കറക്റ്റ് പ്രൈസ് വരും. ഇതൊക്കെ ഓഫറിലിട്ടേക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുമ്പോൾ 89 SR. 89. ഗേൾസിൻ്റെ സെക്ഷനാണ്. ഇത് ലേഡീസിൻ്റെ സെക്ഷനാണ്. ടോപ്സൊക്കെ നല്ലതാണ്. അതും ഇത് കൊള്ളാം. ഇത് നല്ല രസമുണ്ട്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 89 SR ആണ്. കൊള്ളാം. ഇതൊക്കെ പുതിയൊരു ടൈപ്പ് 89 ആണ്. ഇവിടെ മിക്ക സാധനത്തിനും 89 ആ റേഞ്ചിലാണ് വരുന്നതെന്ന് തോന്നുന്നു. കൊള്ളാം. 89. ഇത് ഇപ്പോൾ ഓഫറിലിട്ടേക്കുന്നു. 89 പ്രൈസ് ഉള്ളതിനൊക്കെ 60 SRന് കിട്ടും. ഇതൊക്കെ ഇപ്പോൾ ഓഫറിലിട്ടിരിക്കുകയാണ്. 29, 90 SR ആണ് ഇതിനൊക്കെ. ഇതൊക്കെ ഉണ്ട്, ഫുൾ പാക്കേജാണ്. ഇതിന് ഫാൻറ്റുണ്ട്, ഷോള് വിത്ത് ടോപ്പ്, അങ്ങനെയാണ് ഇട്ടേക്കുന്നത്. ഇത് ലേഡീസിൻ്റെ ബ്യൂട്ടി സെക്ഷൻ. ലിപ്സ്റ്റിക് കാര്യങ്ങളെല്ലാം ഉണ്ട്. പല ടൈപ്പിലുള്ള ബാഗ് സെക്ഷൻസ് ഉണ്ട്. എനിക്കിത് ഇഷ്ടപ്പെട്ട് കൊള്ളാം, അത് രസമുണ്ട്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 190, 2000 ആ റേഞ്ചിലുള്ളതാണ്. സൂപ്പറാണ്. അങ്ങനെ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് ഇനി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേക്കിൻ്റെയൊക്കെ സെക്ഷനാണ്. കേക്ക്, ഇതൊക്കെ ഓഫറിലിരിക്കുന്ന കേക്കുകളാണ്. നല്ല നല്ല കേക്കൊക്കെ ഉണ്ട് ഇവിടെ. നല്ല കേക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ കേക്ക്. പിസ്സ, പല ടൈപ്പിലുള്ള പിസ്സ, പിന്നെ സ്വീറ്റ്സ്. അല്ല ആക്ക് ബിരിയാണി മതിയോ? നിങ്ങൾ അങ്ങനെ ഞങ്ങൾ ഊണാണ് മേടിച്ചിരിക്കുന്നത്. 2 ഊണ്. ആദ്യക്കൂട്ടം പിന്നെ എവിടെ പോയാലും ബിരിയാണിയാണ്, ബിരിയാണിയുടെ ആളാണ്. ഞങ്ങളുടെ ഊണിൽ തോരനുണ്ട്, അവിയലുണ്ട്, മുട്ടയുണ്ട്, പിന്നെ ഒരു ഫിഷ് ഫ്രൈ ഉണ്ട്, ഫിഷ് കറി ഉണ്ട്, ചമ്മന്തി, പപ്പടം, സാമ്പാർ. സൂപ്പറാണ്. ഇതൊക്കെ കഴിച്ചിട്ട് ആദ്യക്കുട്ടിനെ ഈ ട്രോളിയിലൊക്കെ കയറ്റി എത്തി ഇപ്പം ഫിഷിൻ്റെ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ പല ഐറ്റംസ് ഫിഷുണ്ട്. ഫിഷ് മാർക്കറ്റ്. ഇവിടെ ഇങ്ങനെ അതിൻ്റെ റേറ്റ് എഴുതി വെച്ചേക്കും.
ഫിഷ് ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ കണവ ഇവിടെ ഉണ്ട്, കൊഞ്ചുണ്ട്. ഇവിടെ നാട്ടിലെ പാരമീൻ, കുഞ്ഞയല, ഇവിടെ കണവയ്ക്ക് 29 റിയാലാണ്. ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ട് റെഡ് കളറിൽ ചെറുതായിട്ട്. പിന്നെ ഞണ്ട് ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ആ വെള്ളത്തിൽ മീൻ കിടപ്പുണ്ട്, ഫ്രഷോട് കൂടി നല്ല മീനൊക്കെ പിടിച്ച് തരും. ഇത് പിന്നെ വെജിറ്റബിളിൻ്റെ സെക്ഷനാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പിന്നെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ. ഇവിടെ വെജിറ്റബിളിൻ്റെ സെക്ഷനാണ്. ഇത് അരിയുടെ സെക്ഷനാണ്. അരിയുടെ സെക്ഷനാണിത്. ഇവിടെ എണ്ണ ഐറ്റംസ്, പല ടൈപ്പ് എണ്ണകൾ ഇവിടെ ഉണ്ട്. ഇത് അരിയുടെ സെക്ഷൻ. ഇത് പഞ്ചസാര ഒക്കെ ഉണ്ട്. ഇവിടെ പച്ചരിയൊക്കെ, ഇത് അരിയുടെ സെക്ഷനാണ്. അങ്ങോട്ട് മാറി പച്ചരിയുടെ സെക്ഷൻ ആണോ? ഒറിജിനൽ അല്ലേ? അവിടെ അങ്ങനെ നിന്നേ, അമ്മ ഒരു ഫോട്ടോ എടുക്കട്ടെ. അതുപോലെ പൊസിഷൻ അങ്ങനെ അതിൽ പിടിച്ചോണ്ട് നിന്നാൽ മതി. എപ്പോഴും വെക്കല് സ്ട്രെയിറ്റ് ഇടാ മാക്രി അതിൽ പിടിച്ചോണ്ട് മുമ്പ് നിന്നപോലെ നിൽക്കുക. അതിൻ്റെ മണ്ടേ കാല് വെച്ചോണ്ട്. ആദി നീര് നിക്കടാ. ആദ്യം നോർമലായിട്ട് നിൽക്കാതെ ശരിക്ക് നിൽക്ക്. അമ്മക്കൊരു സെൽഫി. അച്ചു പിന്നെ എവിടെയോ പോയി. ഇവിടെ ക്രീം സെക്ഷനാണ്. നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലി അങ്ങനത്തെ എല്ലാ ബോഡി ലോഷൻ, എല്ലാ ക്രീമിൻ്റെ സെക്ഷനാണ് ഇവിടെ ഉള്ളത്. ഇവിടെയൊക്കെ ബ്രഷ്, അങ്ങനത്തെ കോൾഗേറ്റ് ഐറ്റംസ്. ഇത് വേണ്ട സ്പ്രേ ആണ്. വേണ്ട ഇതിപ്പോൾ ഓഫറിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. 10 റിയാലാണ്. ഇതെല്ലാം സ്പ്രേയുടെ സെക്ഷനാണ്. ലേഡീസിൻ്റെ സ്പ്രേ ഉണ്ട്, ജെൻസിൻ്റെ സ്പ്രേ ഉണ്ട്. ഇതെല്ലാം സ്പ്രേയുടെ സെക്ഷനാണ്. പല ടൈപ്പ് സ്പ്രേയുടെ സെക്ഷനാണ്. ഇതെല്ലാം റോയൽ മെറാക്കിൻ്റെ 39 എസ്സാറിൻ്റെതാണ്. ആദ്യം ഇത് ഷാമ്പൂവിൻ്റെ സെക്ഷനാണ്. പിന്നെ ഓയിൽസിൻ്റെ സെക്ഷൻ, ഡെറ്റോൾ, ലോഷൻ്റെ ഒക്കെ സെക്ഷനാണ്. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് തീർന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ബില്ലിംഗ് സെക്ഷനിൽ ബില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദിക്കുട്ടൻ ഞങ്ങളെയും വെയിറ്റ് ചെയ്തിടാണ്ട് നിൽക്കുന്നു. ഇത് മ്യൂസിക് സെറ്റ്, അതിന് 499 SR, 399 SR, 400 500 അടുപ്പിച്ചൊക്കെ ഉണ്ട് എല്ലാത്തിനും വില. ഇതാണ് ഡേ ആൻഡ് ഡേ
നമ്മുടെ നെസ്റ്റോ ഇതാണ്. ഇവിടെ ഡേ ആൻഡ് ഡേ ഉണ്ട്. ഇവിടെയും ഡ്രസ്സസും എല്ലാം കിട്ടും. പല ടൈപ്പിലുള്ള കൊച്ചുങ്ങളുടെയും വലിയവരുടെയും ജെൻസിൻ്റെയും എല്ലാവരുടെയും ഡ്രസ്സ് കിട്ടും. പല ഡ്രസ്സിങ് സെക്ഷനൊക്കെ ഉണ്ട് ഇവിടെ. വെളിയിൽ ഡേ ആൻഡ് ഡേ ഇവിടെ ഫ്രണ്ടിൽ 2 എണ്ണം ഉണ്ട്. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. ഡേ ആൻഡ് ഡേ. അങ്ങനെ നമ്മുടെ ഷോപ്പ് തുറന്നിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ആയപ്പോഴേക്ക് ഷോപ്പൊക്കെ തുറന്നിരിക്കുകയാണ്. ഷോപ്സൊക്കെ തുറന്നിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയുള്ളത്? ഇവിടെ കുറച്ചൊക്കെ ഇങ്ങനത്തെ ഫോണിൻ്റെ കവറ്, മേക്കപ്പ് സെറ്റ്, ഓർണമെൻറ്റ്സ് എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ പോകുന്നു, നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി എല്ലാം ഡിക്കിയിലേക്ക് കയറ്റുന്നു. ആദിക്കുട്ടനാണ് കയറ്റാൻ പോകുന്നത്. എല്ലാം കയറ്റൂലേ? അങ്ങനെ ഞങ്ങൾ പോകുന്നു. നെസ്റ്റോയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ആദിക്കുട്ടൻ അകത്ത് കയറിയിരിക്കുന്നു. വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നു.